സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സ്വത്തിൽ സംതൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ. ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ. ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ. വിജയിച്ചവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും ചെയ്യുക. എങ്കിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരും. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരുടെ പ്രശംസ കേൾക്കാൻ വേണ്ടി മാത്രം അധികം പ്രവർത്തിക്കുകയില്ല. അതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതും അവർക്ക് എളുപ്പമാണ്. പുതിയ ജീവിതാനുഭവങ്ങളിലേക്ക് നീങ്ങുക. പഴയകാല അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങളാണ്. അവയിൽ തന്നെ മനസ്സിനെ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ഒരിക്കലും പണത്തിനായി ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും മൂല്യങ്ങളിലും ശ്രദ്ധ നൽകുക. ആളുകൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നിങ്ങൾ അധ്വാനിക്കുക. മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ, മറ്റുള്ളവർ പ്രണയിക്കുമ്പോൾ നിങ്ങൾ പൊരുതുക. ഒരു ദിവസം അവർ തോൽവിയിൽ പശ്ചാത്തപിക്കുമ്പോൾ നിങ്ങൾ വിജയിയായി നിലകൊള്ളും. എല്ലാം വിധി പോലെ നടക്കട്ടെ എന്ന് കരുതരുത്. നിങ്ങളുടെ ജീവിതത്തിലെ വെറും 10% മാത്രമാണ് വിധി. ബാക്കി 90% നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. മണലിലെ കാൽപ്പാടുകൾ വേലിക്കയറ്റത്തിൽ അപ്രതീക്ഷിതമായേക്കാം. പക്ഷേ ദയ, അനുകമ്പ, സ്നേഹം എന്നിവയുടെ മുദ്രകൾ നമ്മുടെ ഹൃദയതീരത്തിൽ ശാശ്വതമായ അടയാളങ്ങൾ പതിപ്പിക്കുന്നു. കാലം ഏറ്റവും മികച്ച ശില്പിയാണ്. ഭാവിയുടെ സാധ്യതകൾ രൂപപ്പെടുത്തുമ്പോൾ ഭൂതകാല നിമിഷങ്ങൾ കൊത്തിമാറ്റി നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു. ചെളിവെള്ളത്തിലാണ് താമര വിരിയുന്നത്. എത്ര മോശം സാഹചര്യത്തിലും ആത്മബലം കൈവിടാത്തവർക്ക് വിജയം സുനിശ്ചിതം. ചെറിയ ഒരു തെറ്റുണ്ടാവുമ്പോഴേക്ക് ബന്ധം അവസാനിപ്പിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹബന്ധം. 100 തെറ്റുകൾ ഉണ്ടായാലും ക്ഷമിച്ച് അവ മനസ്സിലാക്കിയെടുത്ത് ബന്ധങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹമുള്ളവർ. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ. അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ അവരെ എല്ലായ്പ്പോഴും നിരീക്ഷിക്കുക മാത്രമാണ് എളുപ്പവഴി. ഇടയ്ക്കിടെ കണ്ണുനീർ തുടയ്ക്കുന്നതിനു പകരം നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.